നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയും കൊല്ലം ജില്ലയുടെ മന്ത്രിപ്രതിനിധിയുമൊക്കെയായ ബഹുമാനിയായ ബിന്ദു കൃഷ്ണ മാഡം കഴിഞ്ഞ ദിവസം നമ്മുടെ നടേശഗുരുവിൻ്റെ ഇരുകരങ്ങളാൽ തൻ്റെ ശിരസ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ചിത്രം പുറത്തു വരികയുണ്ടായി. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെടാനും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശഗുരുവിൻ്റെ അടുത്ത് പോയി ഈ സ്വയം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചും മറിച്ചും ഒന്നും ആലോചിച്ചിട്ട് ഒരർത്ഥവും പിടികിട്ടുന്നില്ല. സംഗതി എന്തിനു വേണ്ടിയാണ് ഈ അനുഗ്രഹം ഏറ്റുവാങ്ങിയത് എന്നത് ഒരു കാരണവും മനസ്സിലാകാത്ത ഒരു സമസ്യയായിട്ടാണ് തുടരുന്നത്. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ എല്ലായിടവും പോയി അനുഗ്രഹിക്കപ്പെടുന്നതിനും ആശീർവദിക്കപ്പെടുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നത് ശരിയാണ്. അത് കേവലമായ വ്യക്തി എന്നുള്ള നിലയിലാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെ കൊല്ലാൻ നടന്ന കൊച്ചച്ഛൻ്റെ കാലയിലും പോയി തൊട്ട് ഒഴുകാറുണ്ട്. ഈ കല്യാണത്തിനൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തി ഇങ്ങനെ കാലയെ തൊട്ട് ഒഴുകുമ്പം അതിൽ പല ആളുകളെയും അറിയിക്കാതെ പോലും ആയിരിക്കും ചിലപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചത്. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ കലക്കുമായിരുന്നവരെ പലരെയാണ് നമ്മൾ തൊട്ട് ഒഴുകുന്നത്. എന്നാലും അതൊക്കെ വൈരുദ്ധ്യാത്മകമാണെങ്കിലും അതിലൊക്കെ ഒരു ആചാരപരമായ സംഗതിയുടെ ഒരു പാരമ്പര്യമുണ്ട് എന്ന് വെക്കാം. ഇവിടെ ഏതർത്ഥത്തിൽ നോക്കിയാലും അതിന് യാതൊരു യുക്തിയും മനസ്സിലാവുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മുടെ ബിന്ദു കൃഷ്ണ മാഡം വിജയിക്കുമ്പോൾ മാഡം മനസ്സിലാക്കേണ്ടത്, വിജയിക്കാനുള്ള കാരണങ്ങൾ പോലെ തന്നെ നമ്മൾ പരാജയപ്പെടുത്തുന്ന കുറേ ഘടകങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ പറയുമല്ലോ, മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പിന്നോട്ട് തള്ളിയാണ് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത് എന്ന് പറയുന്നത് പോലെ വിജയിക്കുമ്പോൾ പരാജയപ്പെടുത്തുന്ന കാരണങ്ങളെന്ന് പറയുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ ഇലക്ഷനിൽ നിങ്ങൾ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം കടുത്ത വർഗീയതയും വിദ്വേഷവും അതുപോലെ UDF വിരുദ്ധതയും കോൺഗ്രസ് വിരുദ്ധതയും മുസ്ലിം ലീഗ് വിരുദ്ധതയും നടന്ന് വിളമ്പിയ അവസാന ഘട്ടം വരെ എല്ലാവരും അടപടലെ തൂക്കുമെന്ന് പറഞ്ഞ ഈ ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ സാറിനെ തകരയെന്നും പിന്നെ വേറെ ഏതാണ്ട് പേരുകളിലൊക്കെ മലയാള ഭാഷയിലില്ലാത്ത പേരുകൾ മുഴുവൻ ഉപയോഗിച്ച് ആക്ഷേപിച്ച ഒരു ആളിൻ്റെ അടുത്ത് ചെന്ന് രണ്ട് കൈയും ആ തലയുടെ പുറത്തേക്ക് വെപ്പിക്കാൻ ചില്ലറ ഉളിപ്പൊന്നും പോരാ മാഡം. അത് ഒരു കാരണവശാലും കേരള സമൂഹത്തിന് ദഹിക്കത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മുതൽ സൈബർ പോരാളികൾ വരെ നടത്തിയ സംഗതി. ആ പോക്കൊരു പക്ഷേ ശിവഗിരി ആശ്രമത്തിൽ പോയി അവിടുത്തെ സന്യാസിമാരുടെ കാലിൽ തൊട്ട് തൊഴുതായിരുന്നെങ്കിൽ പിന്നെയും അതിനൊരു അന്തസ്സ് യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷം ഈ വെക്കാൻ പോകുന്ന ആളെങ്കിലും എന്തിനാണ് ഈ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളത് പോലും ചിന്തിച്ചില്ലല്ലോ എന്നതാണ് അതിനേക്കാൾ രസകരമായ കാര്യം. കൊല്ലം അസംബ്ലി നിയോജക മണ്ഡലത്തിലടക്കം എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം പഴുതുകളുണ്ടോ അത് മുഴുവൻ ഉപയോഗിച്ച് ഇനി BJP ജയിച്ചാലും CPM ജയിച്ചാലും, കാരണം ആ വീട്ടിൽ നിന്നുണ്ടായത് ആ രണ്ട് സന്ദേശങ്ങളാണ്. ഒന്നെങ്കിൽ CPM ജയിക്കട്ടെ, അല്ലെ BJP ജയിക്കട്ടെ. അതിനപ്പുറം കോൺഗ്രസ് ഒരിക്കൽ പോലും ജയിച്ച് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വീട്ടിൽ ചെന്ന് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് എന്താണെന്നൊട്ടും മനസ്സിലാവുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ തലേനാളാണ് അദ്ദേഹത്തിൻ്റെ വന്ധ്യനായ പുത്രൻ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒരു സ്വന്തമാകാനുള്ള ആഗ്രഹമെന്ന പോലെ ഞങ്ങൾ തമ്മിലുള്ള പൂർവ്വകാല ബന്ധവും 3 തവണ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചിട്ട് വരാൻ കഴിയാത്തതിൻ്റെ ദുഃഖവും ഒക്കെ പറഞ്ഞൊപ്പിച്ച് അകത്ത് കയറി പറ്റാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എന്ന് തോന്നിപ്പിക്കും വിധം പ്രസ്താവന നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അനുഗ്രഹം കണ്ടത്. ഈ അനുഗ്രഹം ഈഴവ സമുദായത്തിലുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടില്ല എന്നതാണ് സത്യം. കാരണം ഈ ഇലക്ഷനിൽ എല്ലാ സമുദായത്തിൻ്റെ നേതാക്കൾക്കും അപ്പുറത്ത്, അവരുടെ താല്പര്യങ്ങളൊക്കെ അപ്പുറത്ത്, എല്ലാ സമുദായത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരും പൗരന്മാരായെന്ന ഉറച്ച ബോധ്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചത്, ബിന്ദു കൃഷ്ണ മാഡം അടക്കം. അല്ലാതെ സവിശേഷമായ എന്തെങ്കിലും സംഭാവനകൾ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചിടുമെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ മത്സരിച്ച ആൾ എന്തെങ്കിലും തരത്തിൽ അയോഗ്യനായതുകൊണ്ടോ ഒന്നുമല്ല ജയിച്ചത് അത്തരമൊരു വികാരത്തോടെ കേരളത്തിലെ എല്ലാ മനുഷ്യരും വിശിഷ്യ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ എഴുന്നേറ്റ് നിന്ന് വോട്ട് ചെയ്തതാണ്. ജോനകപ്പുറം ഒക്കെ അടങ്ങുന്ന മാഡത്തിൻ്റെ മണ്ഡലം അടക്കമുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ. അപ്പോൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മാൻഡേറ്റ് ഉണ്ട്. അവരൊക്കെ ഈ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പോലും
ആർക്കും കോംപ്രമൈസ് ചെയ്യാത്ത, ആരുടെയും തിണ്ണ നിരങ്ങാത്ത ഒരു കരുത്തനായ മനുഷ്യൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ മന്ത്രിസഭയിൽ അംഗമായ മാഡം പോയി ഇത് കാണിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മോശമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴുമൊക്കെ നമ്മൾ ആ എത്തിയ പദവിയോട് നീതി പുലർത്തും വിധം, ഞാനിത് പറയാൻ കാര്യം ബിരിയാണിക്കകത്ത് രാധാമണിയുടെ കൊച്ചുമോളെന്ന് പറഞ്ഞൊരു തള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യരെ പോലെയായി സ്വാഭാവികമായാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് ഒരു കൃത്രിമഭാവം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടിയ ഒരു സ്ഥാനത്തെ അതിനർഹിക്കുന്ന ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശരിയായ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ.